സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുതിച്ചുയരുന്നു. 1.5 മാസം കൊണ്ട് 70 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ 1 കിലോ കോഴിയിറച്ചിയുടെ വില 160 രൂപ പിന്നിട്ടു. കടയിലെത്തി വിലയറിയുമ്പോൾ മലയാളികൾ കോഴിയിറച്ചി വാങ്ങുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജനുവരി അവസാനം 125 രൂപയായിരുന്ന കോഴിയിറച്ചിയുടെ വില ഇപ്പോൾ 160 രൂപയിലെത്തി. വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത. ഇറച്ചിക്കോഴികളെ കിട്ടാനില്ലാത്തതാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമെന്ന് പതിവ് പോലെ മൊത്ത വ്യാപാരികൾ പറയുന്നു. കോഴിക്കുഞ്ഞിന്റെ വില 16 നിന്ന് 37 രൂപയിലേക്ക് കുതിച്ചതും വിലക്കയറ്റത്തിന് കാരണമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ കർഷകർക്ക് ഇതുകൊണ്ട് ഇപ്പം നമുക്ക് കോഴി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാതിരി വിലയുണ്ട്, നമുക്കും നേട്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ കച്ചവടം ചെയ്യുന്നവർക്ക് പോലും നമുക്ക് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയാണ്. കാരണം ഇതേപോലെ വില കൂടി നിൽക്കുന്ന സമയത്ത് ഒന്നാമത് നോയമ്പ്, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയമ്പ് ഉത്സവം അങ്ങനെയുള്ള സമയത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വില കുറയുന്നു. 90 രൂപയ്ക്ക് വരെ നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം. അത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 150 രൂപ 160 രൂപ വിലയായി. ഇതിപ്പോൾ സാധാരണക്കാരന് മേടിക്കാൻ ഒരു മാർഗ്ഗമില്ല. അതേപോലെ തന്നെ പന്നി, പോത്ത്, എല്ലാ മീൻ, ഇതിനെല്ലാം ഈ നോയമ്പ് കാലത്ത് ഒരു ഭയങ്കര വിലയില്ല. കോവിഡിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും നല്ല വ്യാപാരം ഉണ്ടായിട്ടില്ലെന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. മുൻപുണ്ടായിരുന്ന വ്യാപാരത്തിന്റെ 30% മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാൽ വില കൂടുന്നത് വാങ്ങാനെത്തുന്നവർക്ക് മാത്രമല്ല കച്ചവടക്കാർക്കും തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് നിലവിൽ.